ദേവാമൃതത്തിൽ ഇനി വാസ്തുശാസ്ത്രം. വാസ്തു ജ്യോതിഷപരമായിട്ടുള്ള പ്രശ്നപരിഹാരങ്ങൾ നമുക്ക് നിർദ്ദേശിച്ചു തരുവാനായി പ്രമുഖ വാസ്തു ജ്യോതിഷാചാര്യൻ ശ്രീ ഡെന്നിസ് ജോ എത്തിച്ചേർന്നിട്ടുണ്ട്. വളരെ സ്നേഹാദരങ്ങളോടെ അദ്ദേഹത്തെ നമുക്ക് ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം. ഇന്നത്തെ കത്തിലേക്ക് ബഹുമാനനായ ഡെന്നിസ് ജോയ് സാറിന് 2 വർഷം മുൻപ് 12 സെന്റ് സ്ഥലം വാങ്ങി വീട് പണി ആരംഭിച്ചു. 1.5 വർഷം കൊണ്ട് പണി പൂർത്തിയാക്കി കയറി താമസിച്ചു. പക്ഷേ അതിനുശേഷം എൻ്റെ തൊഴിൽ നഷ്ടപ്പെട്ടു. വിദേശത്തായിരുന്ന ഞാൻ ഇപ്പോൾ എത്ര ശ്രമിച്ചിട്ടും തിരികെ പോകാൻ സാധിക്കാതെ വിഷമിക്കുകയാണ്. ഫോണിൽ വിളിച്ചിട്ട് കിട്ടാത്തത് കൊണ്ടാണ് ഈ കത്ത് അയക്കുന്നത്. ദയവായി മറുപടി തന്ന് സഹായിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു വസ്തുവിൻ്റെ പ്ലാൻ എടുക്കുന്ന സമയത്ത് നമ്മൾ പല എപ്പിസോഡിലും പറഞ്ഞിട്ടുണ്ട്. കാരണം നോർത്ത് ഈസ്റ്റ് പോർഷനിൽ നമുക്ക് ടോയ്ലറ്റോ അല്ലെങ്കിൽ സെപ്റ്റി ടാങ്ക് കാര്യങ്ങളൊന്നും വരാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ നോർത്ത് ഈസ്റ്റ് പോർഷനിലായിട്ട് ഇവർക്ക് ഒരു ടോയ്ലറ്റ് കൊടുത്തിട്ടുണ്ട്. കാരണം വെച്ചാൽ ഭൂമി കറങ്ങുന്ന കിഴക്കുടക്ക് ഭാഗത്തോട് ചരിഞ്ഞായതുകൊണ്ട് ഈ വീടിൻ്റെ അകത്ത് കടന്നു വരുന്ന ആ ഒരു ഊർജ്ജം മൊത്തം നെഗറ്റീവ് ഊർജ്ജമായിരിക്കും. കാരണം ടോയ്ലറ്റ് നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് വരുമ്പോൾ അത് തന്നെയല്ല, അവിടെ സെപ്റ്റി ടാങ്ക് കൂടെ വന്നു കഴിയുമ്പോൾ ഇതിനകത്തോട്ട് ഈ നെഗറ്റീവ് ഊർജ്ജം കടന്നു വരുമ്പോൾ ഈ വീട്ടിൽ താമസിക്കുന്ന പല ആൾക്കാരും ചിലപ്പോൾ ഈ ക്യാൻസർ പോലത്തെ അസുഖങ്ങളോ അല്ലെങ്കിൽ ശരീരത്തിൽ മുഴകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അപ്പം ഇവർക്ക് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ ഈ നോർത്ത് ഈസ്റ്റ് ഭാഗത്തുള്ള ടോയ്ലറ്റ് പൂർണ്ണമായിട്ട് ഇവർ ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളതാണ്. കാരണം വെച്ചാൽ അതിൻ്റെ അത് കുളിക്കുകയോ അല്ലെങ്കിൽ അതിൻ്റെ അകത്തുള്ള ക്ലോസറ്റൊക്കെ മാറ്റിയിട്ട് അത് വൃത്തിയായിട്ട് സൂക്ഷിക്കുകയാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ദോഷങ്ങൾ മാറിക്കിട്ടും. പക്ഷേ നോർത്ത് ഈസ്റ്റ് ഭാഗത്തുള്ള സെപ്റ്റി ടാങ്ക് അത് പൂർണ്ണമായിട്ട് ആ ഒരു ഭാഗത്തു നിന്ന് മാറ്റുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ഇവർക്ക് ചെയ്യാനൊരു എളുപ്പമെന്ന് വെച്ചാൽ കോമ്പൗണ്ടിന് പുറത്താക്കുകയാണെന്നുണ്ടെങ്കിൽ മതിൽ കെട്ടി അതിനെ കോമ്പൗണ്ടിന് പുറത്താക്കുകയാണെന്നുണ്ടെങ്കിൽ അത് സേഫാണ്. പക്ഷേ ഒരു കാരണവശാലും നോർത്ത് ഈസ്റ്റ് പോർഷൻ്റെ അത് വരാതിരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. അതുപോലെ ഇതിൻ്റെ വടക്കോട്ട് ദർശനമായിട്ടുള്ള വീടാണ്. കാരണം വടക്കോട്ട് ദർശനമായിട്ടുള്ളൊരു വീടിൻ്റെ സൗത്ത് ഈസ്റ്റ് തെക്ക് കിഴക്ക് ഭാഗം കോർണർ മിസ്സിങ് ആയിട്ട് കാണും. പക്ഷേ ആ ഒരു ഭാഗം ഈ വീടിനില്ല. കാരണം ഒരു സിറ്റ് ഔട്ട് മാത്രമാണ് ഇവർ തള്ളിയെടുത്തിരിക്കുന്നത്. കാരണം വെച്ചാൽ തെക്ക് കിഴക്ക് ഭാഗം മുറിഞ്ഞു പോകുമ്പം ഇതിൻ്റെ തൊഴിലിൻ്റെ പോർഷൻ പൂർണ്ണമായിട്ട് കട്ടായി പോകും. കാരണം വെച്ചാൽ ഇതിനകത്ത് താമസിക്കുന്ന ആൾക്കാർക്ക് ചിലപ്പം ജോലി സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വന്നുകൊണ്ടിരിക്കാം. അതുപോലെ ഇതിൻ്റെ തെക്ക് ഭാഗത്തായിട്ടൊരു കിണറുണ്ട്. കാരണം തെക്ക് ഭാഗം എന്ന് പറയുന്നത് അഗ്നിയുടെ കോണാണ്. കാരണം തീയും വെള്ളവും തമ്മിൽ ഒരിക്കലും ചേരുന്ന ഒരു പഞ്ചഭൂതമേ അല്ല. അപ്പോൾ തെക്ക് ഭാഗത്തായിട്ട് കിണർ വന്ന് കഴിയുമ്പോൾ ഇതിനകത്ത് താമസിക്കുന്ന സ്ത്രീകളുടെ ആരോഗ്യത്തെ അത് ദോഷകരമായി ബാധിക്കും. അത് തന്നെയല്ല, ഫയർ എന്ന് പറയുന്നത് സമ്പത്തിൻ്റെ ഒരു സിമ്പിളും കൂടാണ്. കാരണം വെച്ചാൽ അഗ്നിയുടെ ഭാഗത്ത് ഇത്രയും വലിയൊരു കിണർ അത്രയും വലിയൊരു ക്വാണ്ടിറ്റിയിൽ വെള്ളം കെട്ടിക്കിടക്കുമ്പം ആ വീട്ടിൽ താമസിക്കുന്ന ആൾക്കാരുടെ സാമ്പത്തിക നിലയെ അത് മോശമായി ബാധിക്കാം. കാരണം വെച്ചാൽ നല്ല സാമ്പത്തികമുള്ള സമയത്തായിരിക്കും ചിലപ്പോൾ ഈ ഒരു വീട്ടിൽ ഇവർ വീട് വെച്ച് താമസിക്കുന്നത്. പക്ഷേ അധികം കാലം കഴിയുന്നതിന് മുമ്പ് ഇവർക്ക് സാമ്പത്തികപരമായിട്ടുള്ള ഏതെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വന്നിട്ട് ഉണ്ടായിരിക്കുന്ന വസ്തുക്കളൊക്കെ ചിലപ്പം ഡിസ്പോസ് ചെയ്യേണ്ടതായിട്ട് വരാം. അതുപോലെ സാമ്പത്തികപരമായിട്ട് ഒരിക്കലും ഇവർക്ക് സ്റ്റഡി ആയിട്ട് പോകാൻ പറ്റില്ല. താഴോട്ട് വരുന്നതല്ലാതെ ഒരിക്കലും ഒരു പ്രോഗ്രസ് ഇവർക്ക് ഉണ്ടാവുകയില്ല. അതേപോലെ അത്യാവശ്യമായിട്ട് തെക്ക് ഭാഗത്തെ കിണർ ഇവരൊരു മതിൽ കെട്ടി പുറത്താക്കുക. മതിലെന്ന് പറയുമ്പോൾ വലിയ മതിലൊന്നും വേണമെന്നില്ല. ഭൂമിക്കടിയിലോട്ട് ഒരു ബേസിക് ഫൗണ്ടേഷൻ കൊടുത്താൽ മതി. പക്ഷേ ഭൂമിക്കടിയിലെ എനർജി കട്ടാവാൻ വേണ്ടി 1.5 അടി താഴ്ച 1.5 അടി വീതിയിൽ ബേസിക് ഫൗണ്ടേഷൻ കൊടുത്ത് അതിനെ പുറത്താക്കിയാൽ ആ ഒരു വിഷയങ്ങൾ പൂർണ്ണമായിട്ടും മാറിക്കിട്ടും. അതുപോലെ ഈ വസ്തുവിൻ്റെ നമ്മൾ എടുക്കുന്ന സമയത്ത് വസ്തുവിൻ്റെ തെക്ക് ഭാഗം കിഴക്ക് ദിക്കിലേക്ക് നീണ്ടിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നമ്മളെപ്പോഴും പറയുന്നതാണ് ഒരു വീട് വെക്കുന്ന വസ്തു അതിന് 4 മൂലകൾ മാത്രമേ വരാൻ പാടുള്ളൂ എന്ന്. കാരണം വെച്ചാൽ ഇതിൻ്റെ തെക്ക് ഭാഗം കിഴക്ക് ദിക്കിലേക്ക് നീണ്ടിരിക്കുമ്പം ഇതിനകത്ത് താമസിക്കുന്ന ഗ്രഹനാഥൻ ഈ പറഞ്ഞ പോലെ കാശ് വന്നും പോയൊക്കെ നിൽക്കും. പക്ഷേ ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാവില്ല. കാരണം വെച്ചാൽ സ്ഥിരമായിട്ടൊരു ഇൻകം സേവ് ചെയ്യാനോ അല്ലെങ്കിൽ സ്ഥിരമായിട്ടൊരു വരുമാനം ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. അതുപോലെ ഇതിൽ താമസിക്കുന്ന പുരുഷന്മാർക്ക് അസുഖങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം കിഴക്ക് ദിക്കിലേക്ക് നീണ്ടിരിക്കുന്ന തെക്ക് ഭാഗവും ഭൂമിക്കടിയിൽ കൂടി ഒരു ബേസിക് ഫൗണ്ടേഷൻ കെട്ടി സ്ക്വയർ ചെയ്താൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ പൂർണ്ണമായിട്ടും മാറിക്കിട്ടും. അതുപോലെ നമ്മൾ വീടിൻ്റെ വെളിയിൽ നമ്മൾ ചുറ്റളവ് നോക്കുമ്പം അതേപോലെ വീടിനകത്തുള്ള മുറിയുടെയും കിച്ചൻ്റെയും അളവുകൾ നമ്മൾ കൃത്യമാണോ എന്ന് നമ്മൾ നോക്കണം. എങ്കിലേ നമുക്കൊരു വാസ്തു ചെയ്യുന്നതുകൊണ്ടുള്ള കൂടുതൽ ഗുണഫലങ്ങൾ നമുക്ക് കിട്ടുകയുള്ളൂ. കാരണം ഇതിൻ്റെ വെളിയിലുള്ള ചുറ്റളവെല്ലാം കറക്റ്റാണ്. പക്ഷേ വീടിനകത്തുള്ള കിച്ചൻ്റെയും ബെഡ്റൂമിൻ്റെയും അളവ് ഇതിൻ്റെ അകത്ത് തെറ്റാണ്. അതുപോലെ മെയിൻ ഡോറിൻ്റെ സ്ഥാനം തെറ്റാണ്. അതുപോലെ ഇതിൻ്റെ മുറിയുടെ അളവ് ഒരു 30 സെൻറ്റിമീറ്റർ ഇവർക്ക് കൂട്ടിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ടുള്ള ചുറ്റളവിലേക്ക് മാറും. കാരണം വെച്ചാൽ എന്നെ പല ആൾക്കാരും പിടിച്ച് ചോദിക്കുന്നത്, കാരണം വെച്ചാൽ നമ്മളൊരു അലമാരിയൊക്കെ വെച്ചിട്ട് പൈസ വെക്കുന്ന സ്ഥാനമുണ്ട്, പക്ഷേ അതിനകത്ത് പൈസ വെച്ചിട്ട് നിൽക്കുന്നില്ല എന്ന് പറഞ്ഞ് ചോദിക്കാറുണ്ട്. കാരണം ചില വീടുകളിലെ സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ദോഷം ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്ക് എത്ര പൈസ കിട്ടിയാലും നമുക്ക് നിൽക്കില്ല. ചിലപ്പോൾ മാസം നല്ല ഇൻകം ഉള്ള വ്യക്തികളാണെങ്കിൽ പോലും അവർക്ക് ചിലപ്പോൾ ബാങ്ക് ബാലൻസ് വളരെ സീറോ ആയിരിക്കും. ഏതെങ്കിലും രീതിയിൽ ചിലപ്പോൾ ചിലവുകളും കാര്യങ്ങളൊക്കെ വന്നു പോകാം.
അപ്പം ഈ ഒരു മുറിയുടെ അളവെടുക്കുമ്പോൾ ശരിക്കും ഇത് മരണച്ചുറ്റി നിൽക്കുന്ന മുറിയാണ്. ഇതിൻ്റെ അകത്ത് നമ്മൾ പൈസ വെച്ചാലോ നമുക്ക് എത്ര പൈസ വെച്ചാലും നമുക്കിതിനകത്ത് ചിലവായി പോകുന്ന അവസ്ഥയിലേക്ക് പോകാം. അതുപോലെ ബെഡ്റൂമിൻ്റെ ചുറ്റളവൂടെ 30 സെൻറ്റിമീറ്റർ കൂട്ടിയെടുക്കുകയാണെങ്കിൽ നല്ലതാണ്. ഇനി അത് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഫെങ്ഷു ചെയ്യുന്ന ആൾക്കാരെ വിളിച്ചിട്ട് പഞ്ചഭൂതങ്ങളെ കൃത്യമായിട്ടുള്ള ദിശയിൽ വെച്ച് അതിനെ എനർജൈസ് ചെയ്യുവാണെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ദോഷങ്ങൾ ഒരു 70% പൂർണ്ണമായിട്ടും മാറിക്കിട്ടുകയും ചെയ്യും. അണ്ടർഗ്രൗണ്ട് ഫ്ലോറിൽ അതൊരു ഫ്ലോറായി വരാറുണ്ട്, ചിലപ്പം കാർ പാർക്കിംഗ് അണ്ടർഗ്രൗണ്ട് അങ്ങനെ വരാറുണ്ട്. ഇത്തരം അവസ്ഥകളിലെ വാസ്തുവിൻ്റെ എഫക്റ്റ് എന്താണ്? നമ്മൾ സാധാരണ വീട് നമ്മൾ ചെയ്യുമ്പോൾ ഒരു മതിൽ കെട്ടി സെപ്പറേറ്റ് ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ഈ പില്ലറിൽ കൊടുക്കുന്ന ബിൽഡിംഗ് ആണെങ്കിലും മതിൽ കെട്ടി സെപ്പറേറ്റ് തന്നെ ചെയ്യണം. കാരണം ചില വീടുകൾ ചെയ്യുമ്പം 2 തട്ടിലായിട്ടാണ് പലപ്പോഴും ഇങ്ങനെയുള്ള പില്ലറിൽ പലരും ചെയ്തു വരുന്നത്. കാരണം മുകളിലത്തെ തട്ടിൽ ഒരു നില വെക്കും, താഴത്തെ തുണ്ടിൽ അടുത്ത നിലയും കൂടെ വെക്കും. പക്ഷേ ഇങ്ങനെ വരുമ്പോൾ ഒരു കുഴപ്പം വെച്ചാൽ ഇതിൻ്റെ സെൻറ്റർ ഭാഗമാണ് ഈ മതിലായിട്ട് വരുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ നേരത്തെയുള്ള എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട് നമുക്ക് വീടിന് ചുറ്റും നടക്കാനുള്ള സ്പേസ് ഉണ്ടാവണം. ഇത് വരുമ്പോൾ ഒരു കുഴപ്പം വെച്ചാൽ ഒരു സൈഡ് മാത്രമേ നമുക്ക് നടക്കാൻ പറ്റുകയുള്ളൂ. പക്ഷേ ഈ കാര്യങ്ങൾ നമ്മൾ ഇനിയും ഒരു വീട് ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ വാസ്തുവിൻ്റെ ഒരു മാക്സിമം അതിനകത്ത് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. ഇനി ഒരു വിധത്തിലും നമുക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഫെങ്ഷുയി പ്രകാരം ഈ പറഞ്ഞ പോലെ നമ്മളൊരു ഫ്ലാറ്റൊക്കെ നമ്മൾ ചെയ്യുന്ന പോലെ ചില എലമെൻസുകൾ വെച്ചിട്ട് റിഫ്ലക്റ്റ് ചെയ്യിച്ചിട്ടോ അല്ലെങ്കിൽ പഞ്ചഭൂതങ്ങളെ കൃത്യമായിട്ട് യൂസ് ചെയ്തിട്ട് എനർജൈസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ പറഞ്ഞ പോലെ നിലവിൽ പണിഞ്ഞു പോയി എന്ന് വെച്ചിട്ട് ടെൻഷൻ അടിക്കേണ്ട കാര്യങ്ങളില്ല. പണിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഫെങ്ഷുയി പ്രകാരം ചെയ്യുക. പണിയുന്നതിന് മുമ്പാണെങ്കിൽ മാക്സിമം അതിനകത്ത് വാസ്തുവിൻ്റെ കണക്കുകളും അതിൻ്റെ ആ ഒരു ചട്ടക്കൂട്ടിൽ നിന്നിട്ട് അത് ചെയ്യാനായിട്ട് ശ്രമിക്കുക. വാസ്തുശാസ്ത്രത്തിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. വാസ്തു ജ്യോതിഷപരമായിട്ടുള്ള പ്രശ്നപരിഹാരങ്ങൾ വാസ്തു ജ്യോതിഷാചാര്യൻ ശ്രീ ഡെന്നിസ് ജോയിൽ നിന്ന് അറിയാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പ്രശ്നപരിഹാരങ്ങൾ സ്വായത്തമാക്കാവുന്നതാണ്. അതുപോലെ തന്നെ വാസ്തു ജ്യോതിഷപരമായ നിങ്ങളുടെ പ്രശ്നപരിഹാരങ്ങൾക്ക് ഞങ്ങൾക്ക് എഴുതി അറിയിക്കേണ്ട വിലാസം പ്രൊഡ്യൂസർ ദേവാമൃതം, കൗമുദി TV, കൗമുദി ബിൽഡിംഗ്സ്, പേട്ട, തിരുവനന്തപുരം. ദേവാമൃതം.